സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മുടെ കുടുംബജീവിതം സന്തുഷ്ടമാകലെങ്ങനെ? അതിന്റെ തുടക്കം തന്നെ ഹറാമ് കളർന്നതല്ലയോ മുസ്ലിം ചെറുപ്പക്കാരെ, സഹോദരിമാരെ? അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത്തരത്തിലുള്ള തോന്നിവാസങ്ങളിൽ പെട്ടുപോകരുത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് പലയിടത്തും പെണ്ണ് കാണുന്ന ചടങ്ങിനോടനുബന്ധിച്ച് തോന്നിവാസങ്ങൾ നടക്കാറുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പെണ്ണ് കണ്ട് ഉറപ്പായാൽ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്ന സ്വഭാവമുണ്ട്. ചെറുപ്പക്കാരാ, അങ്ങനെ ഒരു ഫോട്ടോ എടുക്കൽ ഹറാമാണ് കേട്ടോ. ഈമാനുള്ള പെൺകുട്ടികളോട് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ കാണാൻ ഒരു ചെറുപ്പക്കാരൻ വന്നാൽ ഓക്കെ ആയാലും നിങ്ങൾ ഫോട്ടോ എടുക്കാൻ കൂടെ നിന്ന് കൊടുക്കരുത് കേട്ടോ. ചില പെൺകുട്ടികളുടെ ഉപ്പമാർക്ക് അതൊരു പ്രശ്നം തന്നെയല്ല, അവർക്ക് റാഹത്ത് തോന്നുന്നത് അപ്പോഴാണ്. ഫോട്ടോ ഒന്നും എടുക്കാതെ നോക്കിയിട്ട് ഓക്കെ ഇനി ഡേറ്റ് എല്ലാം നമുക്ക് ഫിക്സ് ആക്കാന്ന് പറഞ്ഞിട്ട് പോയാൽ ഇയാൾക്ക് സമാധാനമില്ല. ഇയാൾക്ക് സമാധാനം എപ്പാന്നറിയോ? ഇയാൾക്ക് സമാധാനം ഒന്നിച്ച് നിന്നിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുത്ത പിന്നെ ഇയാൾക്ക് സമാധാനം. ഒരിക്കലും നമ്മളതിന് വഴങ്ങിക്കൊടുക്കരുത് ബാപ്പമാരെ, ഒരിക്കലും നമ്മളതിന് വഴങ്ങിക്കൊടുക്കരുത് ബാപ്പമാരെ. കാരണം നിങ്ങളുടെ മകളെ കെട്ടാൻ പോകുന്ന ഇവനെ പൂർണ്ണമായും നിങ്ങൾ പഠിച്ചിട്ടില്ല. ഒരു ബാപ്പയെ വിനീതനെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞത്, മച്ചമ്പാടി ഉറൂസിനോടനുബന്ധിച്ച് ഈ വിനീതന് സംസാരിക്കുമ്പോ ഇവിഷയകമായി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ആ ബാപ്പ വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ, ഞാൻ വലിയ ബേജാറിലാണ്, ഞാൻ വലിയ സങ്കടത്തിലാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളെ സങ്കടം, എന്താണ് നിങ്ങളെ ബേജാറെന്താണ്? ആ പെണ്ണിന്റെ പിതാവ് എന്നോട് പറയാണ്, ഉസ്താദേ, എന്റെ മകളെ ഒരുത്തനെ കാണാൻ വന്നു ഓക്കെ എന്നായി. അതാ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുത്തു. ഇപ്പൊ ഞാൻ അവനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് അവൻ ഇതുപോലെ പലയിടത്തും പോയി കല്യാണം കഴിച്ചിട്ടുണ്ടെന്നാണ്. ഇവിടെ വന്നാൽ ഇവിടുന്നും കെട്ടും, അവിടെ പോയാൽ അവിടുന്നും കെട്ടും, അപ്പുറം പോയാൽ അപ്പുറം കെട്ടും, ഇപ്പുറം വന്നാൽ ഇപ്പുറത്തും കെട്ടും. ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയി കല്യാണം കഴിക്കുന്നവനാണ് എന്നാണ്. പോരാ, ഇവനൊരു കള്ളുകുടിയനാണെന്ന വിവരം കിട്ടിയിട്ടുണ്ട്, ഇവനൊരു പെണ്ണ് പിടിയനാണെന്ന വിവരം കിട്ടിയിട്ടുണ്ട്, ഇവനൊരു ചീട്ട് കളിക്കാരനാണെന്ന വിവരം കിട്ടിയിട്ടുണ്ട്, ഇവൻ കഞ്ചാവിനും മയക്കുമരുന്നിനും ബ്രൗൺ ഷുഗറിനും ഡ്രഗ്സിനും അടിമപ്പെട്ടവനാണെന്ന വിവരം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആ ആലോചന വേണ്ട എന്ന് വെക്കുമ്പോ അവൻ എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് തോന്നുന്നില്ല. ഉസ്താദേ, ഒന്ന് ദുആ ചെയ്യണോ? ഞാൻ ഈ ബാപ്പാനോട് ചോദിച്ചു, എന്താണ് നിങ്ങളെ ആ ചെറുപ്പക്കാരൻ ഭീഷണിപ്പെടുത്തുന്നത്? ഈ പിതാവ് പറഞ്ഞു, ഉസ്താദേ, എന്റെ മകളും അവനും കൂടെ നിന്നിട്ടെടുത്ത ഒരു ഫോട്ടോയുണ്ട് അവന്റെ മൊബൈലിൽ. സർവ്വരക്ഷിതാക്കളും മനസ്സിലാക്കണം, നിങ്ങളുടെ പെൺകുട്ടികളുടെ ഭാവി നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അവരുടെ ഭാവി നിങ്ങൾ തകർത്ത് കളയരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഉറപ്പായാൽ പോലും നിക്കാഹിന് മുമ്പായി അവർ തമ്മിൽ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്ന സ്വഭാവം പാടില്ല രക്ഷിതാക്കളെ. അതിന് നിങ്ങൾ വഴങ്ങിക്കൊടുക്കരുത് കേട്ടോ. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, ഇയാള് പറയാണ്, ആ ഫോട്ടോ വെച്ചിട്ട് ഇവൻ ഭീഷണിപ്പെടുത്തുകയാണ്, നിങ്ങളെ മകളെ നിങ്ങൾ എനിക്ക് കെട്ടിച്ചു തന്നില്ല എന്ന് കണ്ടാൽ ഞാനും നിങ്ങളെ മകളും കൂടെ നിന്നിട്ടെടുത്ത ഫോട്ടോയുണ്ടല്ലോ, അത് ഞാൻ എല്ലാ വാട്സപ്പുകളിലൂടെയും ഞാൻ ഷെയർ ചെയ്യൂ, ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യൂ. എന്നിട്ട് അവിടെ പോസ്റ്റ് എഴുതുന്ന സ്ഥലത്ത് എനിക്കും ഇവൾക്കും അവിഹിത ബന്ധമുണ്ടെന്ന് ഞാൻ പറയൂ.
പിന്നെ നിങ്ങളെ മകളെ കെട്ടാൻ ആര് വരൂ? നിങ്ങളെ മകളുടെ ഫോട്ടോ എല്ലാ ഫേസ്ബുക്കിൽ വൈറലായാൽ, എല്ലാ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായാൽ, എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വൈറലായാൽ, എല്ലാ സോഷ്യൽ മീഡിയകളിലൂടെ വൈറലായാൽ, അല്ല നിങ്ങളെ മകളെ കെട്ടാൻ പിന്നൊരു മാന്യനായ പുതിയ ആപ്പിളയെ കിട്ടുമോ? നമ്മുടെ പെൺകുട്ടികൾക്കും ഇതുപോലത്തെ ഒരു ദുരന്തം വന്നാലോ അതിനാരാണ് ഉത്തരവാദികൾ? ഉത്തരവാദികൾ ആ പെൺകുട്ടിയുടെ ഉമ്മയും ആ പെൺകുട്ടിയുടെ ബാപ്പയും. അതുകൊണ്ട് എല്ലാ രക്ഷിതാക്കളോട് വളരെ ഗൗരവത്തിന്റെ ഭാഷയിൽ പറയാണ്, പെണ്ണ് കാണാൻ വന്നാലും ഉറപ്പായാലും എൻഗേജ്മെന്റ് ആയാലും നിക്കാഹിന്റെ മുമ്പാണോ ആ പുതിയ ആപ്പിളന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ക്ലിക്ക്, നോ നീഡ് ഓഫ് ദാറ്റ്. അതിന്റെ ആവശ്യമില്ല. ഇസ്ലാം അത് അനുവദിക്കണില്ല. അങ്ങനെയാണോ ഒരു ചെറുപ്പക്കാരന്റെയും ഒരു പെൺകുട്ടിയുടെയും കുടുംബജീവിതം ആരംഭിക്കുന്നത്? ആ കുടുംബജീവിതം ഒരു സന്തുഷ്ട കുടുംബജീവിതമാകാൻ സാധ്യതയില്ല. ഇത് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ. എന്നിട്ടോ ഇന്ന് കല്യാണത്തിന്റെ പേരിൽ എന്ത് ആഭാസങ്ങളാണ്, എന്ത് തോന്നിവാസങ്ങളാണ്. ചെറുപ്പക്കാരാ, നീ ഒരു തീരുമാനമെടുക്കണടാ. ഇതിന് വഅദ് പരിഹാരമല്ല. വഅദ് ഇതിന് പരിഹാരമല്ല. വഅദ് ഇതിന്റെ ഒരു വഴി മാത്രമെന്നേയുള്ളൂ. അതേ സമയം ഇതിന് ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ചെറുപ്പക്കാരാ, നിന്റെ കുടുംബജീവിതം നല്ലൊരു കുടുംബജീവിതമാകണമെന്ന് നീ ആഗ്രഹിക്കാറില്ലയോ? ഓ പെങ്ങളെ, നിങ്ങളുടെ കുടുംബജീവിതത്തിലൂടെ നിർഗളിക്കുന്ന മക്കളില്ലയോ? ആ മക്കള് നല്ല മക്കളാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറില്ലയോ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞോട്ടെ, ഈ കല്യാണം കഴിക്കുന്ന ആണും പെണ്ണും തീരുമാനിക്കണോ, എന്റെ വിവാഹത്തോട് അനുബന്ധിച്ച് ഒരൊറ്റ തോന്നിവാസവും നടക്കാൻ പാടില്ല. ചെറുപ്പക്കാരാ, നീ പേടിക്കരുത്. അല്ലാഹുവിന്റെ ദീന് തുറന്നു പറയുന്നതിന് പേടിക്കരുത്. നിന്റെ കൂട്ടുകാരെ മുഖത്ത് നോക്കിയിട്ട് ധൈര്യത്തോടെ നീ പറയണോ. ആ സമയത്ത് പോലും നീ ധൈര്യം കാണിച്ചില്ല എന്ന് കണ്ടാൽ പിന്നെ നിന്റെ ധൈര്യം ഏത് സമയത്ത് പ്രകടിപ്പിക്കാനുള്ളതാണ്?